ഹായ്, നന്ദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. നമ്മളങ്ങനെ ഇപ്പം അധികം നാളായിട്ട് സെക്കൻഡ് പാർട്ടൊന്നും എടുക്കാറില്ല, ഒരു വീഡിയോയിൽ നിർത്താറുള്ളൂ. പക്ഷെ നമുക്ക് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസിന് റിപ്ലൈ കൊടുക്കാനുണ്ട്. അത് മാത്രമല്ല, ഒരു പ്രത്യേക ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു കമൻറ്റ് ഞങ്ങളുടെ സ്ക്രീൻഷോട്ട് ഉണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറേ പേര് ആ കമൻറ്റ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചതും പിന്നെ ആ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആളിപ്പോൾ പേടിച്ചിട്ട് ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, കാരണം ഇന്നലെ അമ്മ 2 ദിവസം മുൻ വീഡിയോ ഇട്ടല്ലോ, അപ്പൊ അതിൽ കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായിട്ട് ആള് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ആള് തന്നെ അത്രയും മോശമായിട്ടാണ് ഇട്ടുകണത്. എന്തായാലും ഡിലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല, ഇടുമ്പോഴുള്ള മനസ്സ് തന്നെ ആലോചിച്ചാൽ തന്നെ അറിയാം. അപ്പം അതുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ചാണ്. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഈ സൈഡിൽ കൊടുക്കാം. നമുക്കത് മുന്നേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. ഞാൻ സത്യം പറഞ്ഞ് ഇന്നലെ വരെ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. ഇന്നലെ എനിക്കൊരു ഡൗട്ട്, ചിലപ്പോൾ ആൾ ഡിലീറ്റ് ചെയ്താലോന്ന്. എന്താ വെച്ചാൽ ആളുടെ മുഖം പുറത്ത് വരാൻ, മുഖം എന്നല്ല ആളുടെ പേഴ്സണാലിറ്റി പുറത്ത് വരുന്നത് ഇഷ്ടമില്ലാത്തവരായിരിക്കും. ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല, ഇത്രയും വൃത്തികെട്ടൊരു സ്വഭാവം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മളെ ഇട്ടത് നമ്മൾ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസിന് റിപ്ലൈ തരാം കേട്ടോ. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസിന് ചോദ്യം പറയാനുണ്ട് റിപ്ലൈ. അപ്പോൾ ആദ്യം തന്നെ നല്ല വലുതാണ് അല്ലേ, നല്ല വലിയൊരു ഇതാണ്. ഞാൻ ഇങ്ങനെ വായിക്കുമെന്നാണ് ഞാൻ വായിക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു തുടങ്ങാം കേട്ടോ. നല്ല കാറ്റ്. അപ്പോൾ നല്ല കാറ്റ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹായ് ചേട്ടാ കുഞ്ഞ, ആദ്യം തന്നെ പറയട്ടെ, റീസെൻ്റ് വ്ളോഗിലെല്ലാം കാണുമ്പോൾ കൂടുതൽ സന്തോഷം. ബിക്കോസ് കുറച്ച് മുന്നേ തന്നെ വീഡിയോയിൽ വിഷമമൊക്കെ ഏതൊക്കെയോ എല്ലാം മാറി ഹാപ്പിയായി ഓക്കെ ആയി നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സത്യമാണ്. നമ്മളിപ്പോൾ കുറേ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഹാപ്പി തുടങ്ങിയിട്ട്. അതെ, നമ്മുടെ ഈ സമയം നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. അതെ, സത്യം സത്യം സത്യം. നല്ല ഹാപ്പി. അത് തന്നെ മനസ്സിന് സന്തോഷം. നല്ലൊരു മാറ്റം രണ്ടാളിലും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സന്തോഷം. താങ്ക് യു. നന്നായി മാറി. ഇപ്പോൾ അത് പറയില്ല, കുറേ വിഷമിച്ച് ലാസ്റ്റ് ആ വിഷമം ഞങ്ങൾ അതൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ അതിലൊരു ചെറിയൊരു നമ്മ എങ്ങനെ ജീവിക്കണം അയാൾ മനസ്സിലാക്കി പഠിച്ച് കുറേ അനുഭവങ്ങൾ ഉണ്ടായി. ഓരോ പാഠങ്ങൾ പഠിച്ചു, എങ്ങനെ ജീവിച്ചു പോകണമെന്നും. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് എന്നോട്, പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എൻജോയ് ചെയ്യണം മാക്സിമം. അപ്പോൾ എനിക്കധികം പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഉള്ള സമയങ്ങളിൽ കളഞ്ഞിട്ട് വെറുതെ പിന്നീട് നമുക്കിത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു വട്ടം കിട്ടണ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നീട് നമ്മളിത് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അത് ശരി, അതൊക്കെ അഡ്ജസ്റ്റഡ് ആയി. പിന്നെ അടുത്തത്, അച്ചോടൻ്റെ ഹെയർ കട്ടൊക്കെ ചെയ്ത് സുന്ദരനായിട്ടുണ്ട്. ചേട്ടൻ അങ്ങോട്ട് പോയി. ചേട്ടൻ വേറൊന്നല്ല, കുറേ താടി ഉണ്ടായപ്പോ ഞാൻ നല്ല പ്രായം തോന്നിച്ചു. കൊറേ താടിയും കൊറേ മുടിയൊക്കെ ഇങ്ങനെ വരുമല്ലേ, ഒരു പ്രായം തോന്നിച്ചു. അപ്പൊ ആരാ പറഞ്ഞേ? കീർത്തേച്ചി. പറഞ്ഞു, എടാ നീ ആകെ പ്രായമെല്ലാം നെഞ്ചത്തടിച്ചത്. അല്ല ചേച്ചി നമ്മളോട് എന്തെങ്കിലും കറക്റ്റ് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ മുടീനെ കുറിച്ചാലും പറയും, നീ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യരുതിട്ടാ, നിന്റെ പഴയ മുടിയാണ് ഭംഗി. അപ്പൊ ചേച്ചി നമ്മളോട് എല്ലാം ഓപ്പണായി പറയുമ്പോൾ നമുക്ക് സ്വന്തം ചേച്ചി തന്നെയാണ്. അപ്പൊ ചേച്ചി പറഞ്ഞപ്പോ ഞങ്ങൾ അന്ന് തന്നെ പോയി ഏട്ടന്റെ താടിയൊക്കെ കളഞ്ഞ് വേഗം സുന്ദരനായി വന്നു. പക്ഷെ ഞാനും കുറെ വട്ടമായിട്ട് ഏട്ട താടി ഇത്ര വേണ്ടെന്ന് പറയുന്നു. പക്ഷെ ഏട്ടന് ഒരാഗ്രഹമായിരുന്നു താടി മുടി വളർത്തണമെന്ന്. പിന്നെ ഏട്ടൻ വിചാരിച്ചു പ്രായം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പ്രായം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മളെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പ്രായം തോന്നുന്നുണ്ടെന്ന് പറയുക. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പ്രായം എന്ന് കേട്ടപ്പോൾ എൻ്റെ ഭർത്താവ് വേഗം പോയി മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരനായി അല്ലേ. ഈ മുടിയൊന്നും വളർത്തുന്ന എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ഇപ്പത്തെ ഫുൾ ട്രെൻഡ് എടുക്കരുതിട്ട് മീശും താടിയൊക്കെ പോവാ. അതിപ്പത്തെ പിള്ളേർക്കും ചിലപ്പോ ചേരുണ്ടാവുള്ളൂ. 90s കിഡ്സ് അല്ലേ. അപമാനം. പിന്നെ കുഞ്ഞിന്റെ ക്ഷീണമൊക്കെ കുറവുണ്ട്. സത്യമായിട്ട് ക്ഷീണമൊക്കെ നല്ല കുറഞ്ഞ്, കാരണം ഇപ്പൊ ഒരു സമാധാനം ഉണ്ട്. ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ തന്നെ ഒരു ഉഷാറുണ്ട്. അപ്പോൾ nothing more less, be happy and stay healthy always. 3
ആളും ഹാപ്പിയായി ആൻഡ് ഹെൽത്തി ആയിരിക്കട്ടെ. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് പ്രേയേഴ്സ് ഓൺ. ഇപ്പൊ 3 ഹെൽത്തി ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. സ്കാനിങ് ഒക്കെ കഴിയട്ടെ എന്നിട്ട് സ്കാനിങ് പറയും നെഞ്ചിരിക്കുന്നു പടപടാ. അതെ. അപ്പോൾ ഇത് ബാക്കി എല്ലാത്തിലും നമ്മൾ ഹാപ്പി ആയി ഇപ്പൊ പോകണ്ടിട്ടാ. ഇത് ഒറ്റൊരാൾ ഇതുണ്ടാണ്. അതാണ് ഇത്രയും അനു സാജിദ് ഒരാൾ. അനു സാജിദ്. യെസ് അനു. പിന്നെ ചിലത് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇതാവണത് പേരുകളുടെ ഇടയിൽ സ്പേസും പിന്നെ ഒരു മീഡിയ അങ്ങനെ കയറി വരും ചിലതൊക്കെ. അതാട്ടാ ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. കുഞ്ഞ അച്ചു കുറ്റം പറയുന്നവർ പറയും, മൈൻഡ് ചെയ്യണ്ട. എന്തേ മൈൻഡ് ചെയ്യണ്ട, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഒരു ബേബി ഗോൾ നിങ്ങൾക്ക് തരും. 2 പേരും ഒത്തിരി ഇഷ്ടം. താങ്ക് യു. ശരിയാണ്, നമ്മൾ പറയുന്നവരുടെ ഒന്നും ഇപ്പം മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല. നമ്മളത് ഓർക്കാൻ നിന്നാലല്ലേ പിന്നീട് അതിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉള്ളു. ഇപ്പം നമ്മളത് ആലോചിക്കാനേ നിൽക്കുന്നില്ല. അതൊക്കെ വിട്ട് നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ചെയ്യാനും നടക്കാനൊക്കെ. എന്താ വെച്ചാൽ നമ്മൾ മുന്നേ 2 ആൾ മാത്രം ജീവിച്ചിരുന്ന പോലെയല്ല. ഇപ്പം നമുക്ക് എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരാളും കൂടി ആലോചിക്കണം. അപ്പോൾ ഇപ്പം ഒരു യാത്ര പോവുകയാണെങ്കിൽ പോലും നമ്മൾ എൻ്റെ കംഫർട്ട് ഏട്ടൻ്റെ കംഫർട്ടിനായിട്ടും കൂടുതൽ നോക്കുന്നത് ബേബി ഓക്കെ ആവുമോ എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ അതേപോലെ നമ്മളെല്ലാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും മൈൻഡ് ചെയ്യാൻ ഞങ്ങൾ പോകുന്നില്ല. നമ്മുടെ വഴിക്ക് നമ്മൾ പോകുന്നു. പറയാണ് ഇന്നലത്തെ വീഡിയോയിൽ, അതായത് മുന്നിട്ട വീഡിയോയിൽ ഒരുപാട് നമ്മളെ മനസ്സിലാക്കണവര്, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മാത്രമല്ല നമ്മളെ വിഷമിപ്പിക്കണില്ല. പിന്നെ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് എന്തർത്ഥത്തിലാണ്, നമ്മൾ എങ്ങനെയാണ് പറയണേന്നുള്ള രീതി കേട്ട് മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് കമന്റ് ഇടുന്നവരുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് വീഡിയോ എടുത്ത് പറഞ്ഞില്ല, സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ കേൾക്കണം. അപ്പൊ അതേപോലെ തന്നെ എല്ലാവരും കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വാക്കുകളും മിസ്സായി പോകും. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കേട്ടോ. അപ്പം എല്ലാവരും അല്ലേ ആ വീഡിയോ ഫുള്ള് ഇരുന്ന് കേട്ടിട്ടുണ്ട്. അപ്പം കേട്ടിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. കുറേ പേര് ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ പടപടാന്ന് പറയുന്നത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിലപ്പോൾ ചില വീഡിയോസിൽ ഇങ്ങനെ പറയൂട്ടോ സ്ക്രീനിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റാത്തതുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ ചിലപ്പോൾ പുറത്തിരുന്നിട്ടൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ചില നേരത്ത് വിട്ടു. നമ്മൾ സാധാരണ അങ്ങനെയല്ലല്ലോ വീഡിയോയിൽ. അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ ഇത് കൊടുക്കില്ലെന്ന് ഉറപ്പില്ല കേട്ടോ. കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുക്കാട്ടോ. എന്തായാലും മറ്റേ കമൻറ്റ് കൊടുക്കണമെന്നുണ്ട്. പിന്നെ അവിടെ അച്ഛൻ്റെ മോൻ്റെ സൗണ്ട് കേൾക്കണ്ട. വേറെ ഒന്നല്ല, അച്ഛൻ്റെ മോന് ചെറുതായിട്ടൊന്ന് വാട്സ് ചെയ്ത് അത് ശരിയാക്കാം അവര്. ഹാപ്പി ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ആയിരിക്കുന്നു, സന്തോഷം, സമാധാനമായി പോകുന്നു. പിന്നെ അടുത്ത കമന്റ്, 2 പേരുടെയും ഏജ് എത്രയാണ്? ഞാൻ 25. അത് തള്ളു താടി കളഞ്ഞോണ്ടല്ലേ ഏട്ടന്റെ ശരിക്കുള്ള പൈസ ചോദിച്ചല്ലാണ്ട് മുഖത്ത് തോന്നണ വയസ്സല്ല പറ മനുഷ്യ വയസ്സ്. എത്ര ആലോചിക്കണേ? 29 ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഓഗസ്റ്റ് ആയി. 2 മാസം കൂടി. ആ 30 പറയാ. എൻ്റെ ഏട്ടന് എന്റെ മനസ്സായിട്ട് വരുന്നില്ല. ഇപ്പൊ നിലവിൽ അതാണ്. എൻ്റെ വയസ്സ് പറയാ 20. ചെറിയ കുട്ടിയാ, നല്ല ഏജിൽ നടക്കണേ. പക്ഷെ സത്യം പറഞ്ഞ മൈൻഡില് ഞാൻ 90s, ഏട്ടൻ 2K ആണ്. നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ ഏട്ടന് ഇപ്പോഴത്തെ ജനറേഷൻ്റെ മൈൻഡും ഞാൻ പണ്ടത്തെ ജനറേഷൻ്റെ മൈൻഡാണ്. പക്ഷെ ഏട്ടന് ഫുള്ള് ഇപ്പോഴത്തെ ജനറേഷനല്ല, കുറച്ചൊക്കെ പഴയതാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മര്യാദക്ക് നീങ്ങി പോകണ്ടു അല്ലേ? അല്ലേ? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ 2 പേരുടെ ഒറിജിനൽ പേരുകൾ പറഞ്ഞോളൂ. നന്ദന, ഗോകുൽ. പിന്നെ ഏത് ഹോസ്പിറ്റലിലാണ്, ഏത് ഡോക്ടറെയാണ് കുഞ്ഞിനെ കാണിച്ചിരിക്കുന്നത്? നമ്മൾ തൃശ്ശൂർ സൈമറിലാണ് കാണിക്കണേ. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കണ്ണിമംഗലം സൈഡ് കേട്ടോ. തൃശ്ശൂർ കൂടുതൽ അറിയണവർക്ക് കണ്ണിമംഗലം എന്ന് പറഞ്ഞാലാണ് അറിയുക, കുറുക്കഞ്ചേരി ഏരിയയിലൊക്കെ. അപ്പോൾ അത് നമ്മുടെ ഈ വുമൻസിൻ്റെ മാത്രം ഉള്ള ഹോസ്പിറ്റലാണ്. പിന്നെ
പിള്ളേരുടെ അല്ലേ ആ കുട്ടികളെയും വുമൻസിനും മാത്രമുള്ള ഹോസ്പിറ്റലായിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും മെയിനായിട്ട് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ സ്കാനിങ്ങിനും കാര്യങ്ങളും പോകുമ്പോൾ വേറെ വല്ല ഹോസ്പിറ്റലിൽ പോയി വല്ല വണ്ടി ഇടിച്ചിട്ട് കൊണ്ടുവരിക, ചോര, ബഹളം അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ നമുക്കുള്ളൊരു ടെൻഷനും കാര്യങ്ങളും കൂടും. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കൂടുതൽ ഇവിടെ പോയി കാണുക കുഞ്ഞു കുഞ്ഞു ഉണ്ണികളെ ഇങ്ങനെ പ്രസവിച്ചിട്ട് കൊണ്ടുപോകുന്നത്, പിന്നെ നല്ല വയറായ ഗർഭിണികൾ സന്തോഷിച്ചു പോകണം, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സമയത്തിൽ ഭയങ്കര ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്ന ഡോക്ടർ അതുല്യ മാമാണ്. പിന്നെ അതുല്യ മാമിനും പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടും നല്ല, എനിക്കെല്ലാ കാര്യങ്ങളും എന്തും ചോദിക്കാനും തുറന്നു പറയാനും നമുക്ക് പേടിയില്ലാത്തൊരു ഡോക്ടറാണ് കേട്ടോ. അതേപോലെ നമ്മളെല്ലാം സംശയങ്ങളായാലും എന്നോട് 2-3 വട്ടം എനിക്ക് എന്തിനു സംശയം ഉണ്ടാ ചോദിച്ചിട്ടാണ് ഡോക്ടർ വിടുള്ളൂ. എന്താ വെച്ചാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി ഇതുവരെ നല്ല സമാധാനമായിട്ട് പോകണം അല്ലേ. അടുത്ത വായിക്കേ. പിന്നെ ചേച്ചി അടുത്താണോ താമസിക്കുന്നത്? ചേച്ചി പൊന്നേച്ചിയാണ്. ആ പൊന്നേച്ചിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ. അച്ഛൻ്റെയും അമ്മയുടെയും കട കുന്നോളത്ത് എവിടെയാണ്? അച്ഛൻ്റെ അമ്മയുടെയും കട ശരിക്കും വരുന്നത് നമ്മൾ കുന്നോളത്ത് പുതിയ ബസ് സ്റ്റാൻഡ് അവിടെയാണ് കേട്ടോ. കുന്നോളം അറിയണവർക്കാണെങ്കിൽ ഗ്ലോറിയ ഹോൾസെയിൽ ചെരുപ്പ് കടയുടെ മുന്നിലൊക്കെ ആയിട്ട് വരും. പുത്തമ്പള്ളി എന്നൊക്കെ പറയും അവിടെ ആയിട്ടാണ്. കുഞ്ഞിൻ്റെ മുൻപത്തെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പം നമ്മൾ 2 കൊല്ലമായിട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഇടയ്ക്ക് പോണതാണ്. ഇപ്പോൾ ഓരോ തിരക്കുകളായിട്ട് കാര്യങ്ങളായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോൾ ഒന്ന് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വരില്ലുള്ളൂ. പിന്നെ അവരെന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വരുമ്പോൾ വന്നാൽ മതി, അല്ലാണ്ട് അതിനായിട്ട് അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അടുത്ത കമൻറ്റ്, അനോമനി സ്കാൻ ഒന്ന് ഡേറ്റ് പോകുമ്പോൾ ചോദിച്ചിട്ട് ചോക്ലേറ്റ് കയ്യിൽ കരുതണം കേട്ടോ. അനോമനി സ്കാനിങ്ങിന് എന്നാന്ന് ഡേറ്റ്? പിന്നെ ഡേറ്റ് അല്ലേ ചോദിച്ചത്? ഡേറ്റ് 22-ാം തീയതിയാണ്. പിന്നെ എനിക്കറിയില്ലെന്ന് ശരിക്കും പറഞ്ഞ് ചോക്ലേറ്റ് കഴിച്ച് പോകണമെന്ന്. ഇപ്പോഴത്തെ കുറച്ച് റീലുകൾ നമുക്ക് പക്ഷേ ഈ ഗുണമാണ് കേട്ടോ. ഇൻസ്റ്റയിൽ ഇരുന്ന റീലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ പറയാനായിട്ട് ചോക്ലേറ്റ് കഴിച്ച് പോയാൽ ഉണ്ണി കറക്റ്റ് ആയിട്ട് സ്കാനിങ്ങിന് സംഭവിക്കുക. അല്ലെങ്കിൽ കുറേ പേര് 10 വട്ടമോ എത്ര വട്ടമൊക്കെ ചെയ്ത് റീലും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചോക്ലേറ്റ് കരുതി വേണം പോകാൻ. ഞാൻ ഒന്നാമത്തെ മധുരം കഴിക്കൽ കുറവായതുകൊണ്ട് ഷുഗർ ഇനി ശരീരത്തുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ എന്തൊക്കെയോ ടെസ്റ്റുകൾ ഉണ്ടാവും തോന്നുന്നു 5-ാം മാസത്തിൽ. നമുക്ക് ഈ വശം അനോമനി സ്കാനിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്നാ പറയാന്നറിയില്ല കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം, ഒത്തിരി ഇഷ്ടം 2 പേരെയും. ഞാൻ ഖത്തറിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ വീട് വയ്ക്കുകയാണെങ്കിൽ എവിടെ വെക്കും, അല്ലെങ്കിൽ എവിടെ മേടിക്കും? തീരുമാനിച്ചിട്ടില്ല. എന്താ വെച്ചാൽ വീട് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, എവിടെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും നമുക്ക് എവിടെയാണെങ്കിലും കുറച്ച് സമാധാനവും അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങള് അവിടെയാണോ ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. തൃശ്ശൂര് ജില്ലയിൽ തന്നെ ആയിരിക്കും. അത് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കിട്ടിയാൽ അവിടെ വാങ്ങും, മാത്രമേ ഉള്ളൂ. നല്ലതെന്ന് പറയുന്നത് നമുക്ക് സമാധാനം, പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അടുത്തുള്ളതും അങ്ങനത്തെ ഒരു പോവാനും വരാനൊക്കെ ആയിട്ടുള്ളൊരു എളുപ്പമുള്ള സ്ഥലം നോക്കിയിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഖത്തറിൽ എന്ന് പറയുന്നത് വളരെ സന്തോഷം. ഞാൻ അവിടെ തന്നെ ആയിരുന്നു. അതുകൊണ്ടായിട്ട് അങ്ങനെ അതെ, സന്തോഷം സന്തോഷം. അപ്പൊ ഉണ്ണിയനങ്ങുണ്ട് കേട്ടോ സംസാരിക്കണം. അടുത്തത്, ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ. ഉപ്പും മുളകും ലൈറ്റ് ചാനൽ പണ്ടേ മുതൽ കാണാറുണ്ട്. സംഗീത അമ്മയും അച്ഛനെയും എല്ലാവരെയും ഇഷ്ടമാണ്. അതും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ നമ്മുടെ തുടക്കങ്ങളൊക്കെ അവിടെ നിന്നാണ് നമ്മുടെ ചാനലിൻ്റെ. അപ്പോൾ അത് കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷമായിട്ടാണ്. ചിലവർ പറയാറുണ്ട് നമ്മുടെ ടിക്ടോക്ക് തൊട്ട് കാണുന്നുണ്ട്. അത് കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷം. നമ്മൾ ചെറുപ്പം തൊട്ട് അല്ലേ നല്ല മാറ്റങ്ങൾ. ഇപ്പം അമ്മയുടെ വ്ളോഗിൽ കണ്ടേക്കാട്ടും ഭയങ്കര മാറ്റങ്ങളായിരിക്കും എനിക്ക് അല്ലേ. ചെറുപ്പത്തിലത്തെ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് കല്യാണം ഉറപ്പിച്ച് തൊട്ടേ കണ്ടുള്ളൂ. പക്ഷെ ഇടയ്ക്ക് ഞാൻ പഴയ വീഡിയോസ് ഒക്കെ പിന്നെ വരുമ്പോഴാണ് പഴയ വീഡിയോ ഫോട്ടോസ് എടുത്ത് കാണിച്ചു കൊടുക്കാറ്. പിന്നെ ഇപ്പോഴും ഞാൻ ഏകദേശം ഒരേപോലെ തന്നെയാണ് തോന്നുന്നത്. അല്ലെ, തടിയോ വെയിറ്റ് ഒന്നും വെക്കാത്ത കാരണം എപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ സൈസ് ഉണ്ടായി, ഇപ്പൊ ചെറുതായി വരണത്. അതല്ല കല്യാണം നമുക്കറിയില്ലല്ലോ ഈ പറഞ്ഞ പോലെ. ശരിക്കും പറഞ്ഞൊരു കാര്യം പറയണ്ടായിട്ടാ,
ഇന്നലേക്ക് നമ്മള് പെണ്ണ് കണ്ടിട്ട് 2 കൊല്ലായി, അത് നമ്മൾ പറഞ്ഞില്ല. അതെ അതെ അതെ, ഇവിടെ നിന്നിട്ട് സംസാരിച്ചു. ഇവിടെ അന്ന് ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല, ഒരു കാർ പോർച്ചായിരുന്നു. അപ്പൊ ഇവിടെ നിന്നിട്ട് സംസാരിച്ചു. എന്താ പറയാൻ വന്നു, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, സോറി കേട്ടോ. കമന്റ് അടിച്ച് അപ്പുറത്തേക്ക് വരും. അതല്ല ഇത് അതുകൊണ്ടല്ല, ഞങ്ങള് നല്ലൊരു ഓർമ്മയായിട്ട് പറഞ്ഞതാ. ഞാൻ പറയാൻ പറ പണ്ടത്തെ എന്റെ പെണ്ണാണ് വന്നപ്പോ അല്ല കല്യാണം വന്നപ്പോൾ നമുക്കറിയില്ല ഈ യൂട്യൂബ് ഫാമിലിക്കാണ് ഇത്രയും ഇതിലേക്കൊക്കെ വരും എന്നുള്ള ഇതിലേക്ക്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഫോളോവേഴ്സ് ഇങ്ങനെ കൂടണ്. ഇപ്പം അത് പറയാൻ കാരണം എന്നല്ല, ഇപ്പം അനുമോള് കഴിഞ്ഞപ്പോഴാണ് ചെക്കൻ്റെ ഫോളോവേഴ്സ് ചെക്കൻ്റെ ആദ്യം 100 ഉണ്ടായില്ല തോന്നണം, 100 ഉണ്ട്. അത് പെട്ടെന്ന് 2, 3 അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണ്. അപ്പൊ ഞാനത് ആലോചിക്കുന്നു, ഏട്ടൻ്റെ അങ്ങനെ തന്നെയായിരുന്നു. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യത്തെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. ഫോട്ടോ ഇട്ടിട്ട് ഏട്ടൻ അന്നത്തെ ദിവസം തന്നെ ഭയങ്കര ഫോളോവേഴ്സും കയറി. പിന്നെ ഏട്ടൻ പിറ്റേ ദിവസം ഒരു വീഡിയോ ഇട്ട് ഏട്ടൻ ഒറ്റയ്ക്കുള്ളത്, അതിനാണെങ്കിലും 1 മില്യൺ വ്യൂവും ലൈക്കും കയറി. അപ്പൊ ഏട്ടൻ തന്നെ പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഞെട്ടിന്നൊക്കെ പറഞ്ഞു ഏട്ടനല്ലേ. ഭയങ്കര ചോദിക്കും ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ചോദിക്കും ഇതാവും. അപ്പൊ അപ്പാണ് എനിക്ക് പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കല്യാണമായപ്പോൾ എനിക്ക് എന്താണ് ഇങ്ങനെ പണ്ട് അവിടെ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നതാണ്, അത്ര ഫേമസ് ആണ്, ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. വലിയ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. അല്ല അതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പൊ ഇപ്പൊ എന്റെ ഫീൽഡ് ആണെങ്കിലും എനിക്ക് അത് ഭയങ്കര ഇപ്പൊ എന്റെ ഫീൽഡ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിലും നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വേണം ഇത് വർക്കിന്, എന്റെ വർക്കിന്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോം. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ ഫീൽഡ് 2 ഫീൽഡും ഇപ്പൊ ഫോട്ടോഗ്രാഫി ഇതായാലും ഞങ്ങൾ ഇങ്ങനെ ചേർന്ന് പോകുന്നു. അതെ അതെ അതെ. ഹായ് കുഞ്ഞ, ഇപ്പോ ടയേൺസ് ഒക്കെ മാറിയോ? അപ്പൊ മാറി, ഇപ്പൊ ഓക്കെ വരുന്നു കേട്ടോ. ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? ഹെൽത്ത് ഓക്കെയാണ്. ആരട്ടേക്കാണ് ഒരു മീഡിയാണ്, നമുക്ക് വായിക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് എവിടെ? നന്നായിരിക്കട്ടെ, ഇഷ്ടം മാത്രം. സന്തോഷം, താങ്ക് യു. ഇനിയും സ്നേഹിക്കും മുന്നോട്ട് അല്ലേ? അതെ. അപ്പൊ ഇനിയാണ് നമുക്ക് നമ്മുടെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, മിക്ക ഇതിലും പറഞ്ഞ പോലെ ഞങ്ങളൊന്നും വായിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. പിന്നെ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ അങ്ങനെ വായിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ലെങ്ത് ആയി പോവും. അപ്പൊ ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് അങ്ങോട്ട് കിടക്കാട്ടാ. അത് സ്ക്രീനിൽ ഇങ്ങോട്ട് കൊടുക്കാല്ലേ? അതൊന്ന് വെറുതെ ജസ്റ്റ് കാണിച്ചു കൊടുത്തോ. കാണിക്കാൻ സ്ക്രീനിൽ എങ്ങാനും അയ്യോ കുണുക്കന്റെ ഫോട്ടോ. ഓക്കെ, ഇതാണ്. അച്ചു ഒരു അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് പിറന്നവനാണ്. നിന്നെ കെട്ടി അവന്റെ ജീവിതം ഒരു തെറിയാണ്. നമ്മൾ പറയാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പറയൂല. നമ്മുടെ ബാഡാണ്. അല്ല, നമ്മളുടെ സ്വഭാവത്തിൽ അത് ഇല്ല. അപ്പൊ തന്നെ ആളുടെ സ്വഭാവം ക്യാരക്ടറൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഉണ്ടാകുന്ന കുട്ടിയും മിക്കവാറും അവനൊരു തലവേദനയാകും, ശാപവുമാവും. പിന്നെ നിൻ്റെ ഒക്കെ സർവസത്തിനു വേണ്ടി ഇന്നും എന്തത് എഴുതുമ്പോൾ അതിന് മര്യാദയ്ക്ക് എഴുതിക്കൂടെ? പരാതിക്കുന്ന ആൾക്കാരെ എനിക്ക് നേരിട്ട് അറിയാം, കാത്തിരുന്നു. എഴുതിയതും വലിയ ശരിയല്ല. നമ്മള് പറയുന്നു, ഏട്ടൻ പറയും നിങ്ങൾക്ക് തലവേദന എന്ന് പറഞ്ഞേന്. അതല്ല, ഇങ്ങനൊക്കെ ഇടുമ്പോൾ ആലോചിക്കണം. ഇപ്പം ജനിക്കാൻ പോകുന്നൊരു കുട്ടിയാണ്, ആ കുട്ടിനെ കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം പറയണ്ട്. ഇതില് മുന്നേ ആദ്യം പറയണ്ട, എന്നെ കെട്ടിയിട്ട് ഏട്ടന് ബുദ്ധിമുട്ടാണ്. ഏട്ടന് അത്ര ബുദ്ധിമുട്ടുണ്ട്, ഏട്ടനെ എന്നെ ഡിവോഴ്സ് ചെയ്തുകൂടായിരുന്നോ? ഏട്ടന് ബുദ്ധിമുട്ടില്ലാത്തോണ്ടാണ്. പിന്നെ ഈ കാണുന്ന ഈ അനാമിക ആന്റണിന്ന് എന്താണ് പേര്, ഈ കാണുന്ന നിനക്ക് എന്താണ് പ്രശ്നം? എൻ്റെ ഭർത്താവിനില്ലാത്ത പ്രശ്നമാണോ ഈ പറയണ ആൾക്ക്? എൻ്റെ കൂടെ ജീവിക്കാൻ എൻ്റെ ഭർത്താവിന് പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടെങ്കിൽ ആൾ എന്നെ ഡിവോഴ്സ് ചെയ്ത് പോലായിരുന്നു. 2 കൊല്ലം എൻ്റെ കൂടെ നിൽക്കുമോ? ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ 1.25 കൊല്ലമായി. ഞങ്ങൾ
അടുപ്പം ഇപ്പോൾ പെണ്ണുകാളിൽ തുടങ്ങി പരിചയപ്പെട്ട് ഫോൺ വിളിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി ഞങ്ങൾ 2 കൊല്ലമായി. ഞങ്ങൾ 2 കൊല്ലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണവരാണ്. അങ്ങനെ അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്നേ ഞങ്ങൾ വേണ്ടാന്ന് നിൽക്കും അല്ലേ. അപ്പം ഈ പറയണതിൽ ഒരു അർത്ഥമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ജനിക്കാൻ പോണ എൻ്റെ കുട്ടീനെ പറഞ്ഞതിന് ഞാൻ നല്ല ഭാഷയിലാണ് പറയുന്നത്. പക്ഷേ എന്താ പറയുക, എൻ്റെ ജനിക്കാൻ പോയ എൻ്റെ കുട്ടീനെ പറഞ്ഞതിന് എനിക്ക് അത്രയും ദേഷ്യം കിട്ടും. എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും ആഗ്രഹിച്ച് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞങ്ങൾ പ്രസവിക്കുന്നത് അല്ലേ. പിന്നെ ഈ പറയുന്ന അനാമിക വീട്ടിൽ ബുദ്ധിമുട്ടായിരിക്കും അച്ഛനമ്മയ്ക്കും. അതുകൊണ്ടാണ് അനാമികയ്ക്ക് അത് തോന്നുന്നത് കേട്ടോ. ചിലപ്പോൾ അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ടാവും ഈ കാരണം ഞങ്ങൾക്ക് തലവേദനയാണ്, ബുദ്ധിമുട്ടാണെന്ന്. ഞങ്ങളുടെ കുട്ടി എന്തായാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല, ഏട്ടനും ബുദ്ധിമുട്ടല്ല എന്നാണ് ഏട്ടൻ പറയുന്നത് അല്ലേ ഏട്ടാ. ഞങ്ങൾ രണ്ടാളും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ? ഈ ആണോ ആലോചിച്ചല്ല ഈ ഇങ്ങനെ ഇടാനുള്ളൊരു മനസ്സ് അങ്ങനെ എത്ര ഒരു ബാഡ് ക്യാരക്ടർ ആയിരിക്കണം. എത്ര ഒരു ഒന്നാമതേം പറയാം, ഈ കുട്ടീനെ ഒരാൾ മുഖം പോലും കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ ആലോചിക്കും, ചില വാർത്തകളൊക്കെ കേൾക്കാം, ജനിപ്പിച്ച കൊച്ചിനെ വേസ്റ്റ് ഹോട്ടലിട്ട് പോവുക, അല്ലെങ്കിൽ കടലിലേക്ക് വലിച്ചെറിയുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റീസെൻ്റ്ലി ഏതെങ്കിലും ടോയ്ലറ്റിൽ റീസെൻ്റ്ലി വന്നതാണ് ടോയ്ലറ്റിൽ കൊണ്ടിടുക, ബക്കറ്റിൽ മുക്കിക്കൊണ്ട. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാരായിരിക്കും ഞാൻ ആൻഡിലുള്ള ആൾക്കാർ. അപ്പം ആ ഒരു മൈൻഡായിരിക്കും. അപ്പം അവർ നമുക്ക് പറയാൻ വാക്കുകളില്ലെങ്കിലും അവർക്ക് ഈ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ നല്ലൊരു എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നല്ല, കല്യാണം കഴിക്കാൻ പോണ ആൾ എന്തായാലും പെടും. 100% ഉറപ്പാണ്. അത് അവർക്ക് ഇങ്ങനെ പറയരുത്. ഇപ്പം ഞങ്ങളെ പറഞ്ഞോട്ടെ, എന്നെ പറഞ്ഞോട്ടെ, അല്ല നമ്മളെയും പറയണേന് ഒരു പരിധിയുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് മറ്റുള്ളവർക്ക്. അതല്ല ഈ പറഞ്ഞ പോലെ വരാൻ പോകുന്ന കൊച്ചിനെയാണ് എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, വരാൻ പോകുന്ന ഒരു കൊച്ചിനെ ഇങ്ങനെ കാണാത്തൊരു കുട്ടീനെ ഭയങ്കര ഒരു മോശമാണ്. ഇന്ന് വരെ ഫേസ് കണ്ടിട്ടില്ല ഞങ്ങള് പോലും. പിന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, അതിൽ തന്നെ കുറെ പേര് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ അവള് റിപ്ലൈ തന്നെ കൊടുത്തേക്കണ ഒരു സംഭവമാണ്. ഞങ്ങൾ എല്ലാ ഇതിലും കുട്ടിച്ചാത്തൻകാവിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഇവർക്ക് കൂടോത്രം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, കൊച്ചു അങ്ങനെയൊക്കെ ആയിട്ട് മാറും. അതിൻ്റെ ഇടയിൽ കുറേ റിപ്ലൈകളുണ്ട്. അപ്പോൾ കാര്യം ചെയ്യണേ, ഇതുവരെ ഞാൻ കൊടുത്തണം ചെയ്തിട്ടില്ല, ഇത് കിട്ടാൻ കൊടുക്കാം. ഞങ്ങളൊരു കാര്യം പറയട്ടെ, നമ്മുടെ ആവണേങ്കാട് അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോണത്. ഈ പോണ അമ്പലത്തിലൊന്നും നിങ്ങൾ പോയി ചോദിച്ചു നോക്കുക, അവിടെ കൂടോത്രം ചെയ്ത് കൊടുക്കുന്നുണ്ടോന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. ഞങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി പോയി തൊഴുന്നു. നമുക്കെല്ലാ ദൈവങ്ങളും ഓരോ ദൈവങ്ങളും നമുക്ക് വിശ്വാസം ഉണ്ടാവും, അത് നമ്മുടെ വിശ്വാസമാണ്. അല്ലാണ്ട് ഞങ്ങൾ അവിടെ കൂടോത്രം മന്ത്രം ചെയ്യാൻ പോണതല്ല. പിന്നെ അങ്ങനെ വിശ്വസിക്കണവരോ പറഞ്ഞിട്ടല്ലേ, ഒരു തരി വിവരം ബോധമുള്ളവർ വേണം. ഇന്നത്തെ കാലത്തും കുട്ടിച്ചാത്തൻകാവ് പൂജ കർമ്മ അങ്ങനെയൊക്കെ ചിന്തിക്കണവരാണെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതല്ല, നമ്മളെ വിശ്വാസമാണത്. നമ്മളെ വിശ്വാസം എന്ന് പറയണത് ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴേക്കും ഒരു സമാധാനം കിട്ടുക, ഇതെന്റെ ഒരു വിശ്വാസമാണ്. പിന്നെ ഞങ്ങള് മാത്രല്ല അമ്പലത്തിൽ പോണത്, എത്ര പേര് അമ്പലത്തിൽ വന്നു പോണത്, എന്തോരം പേരാണ് ഡെയിലി വന്നു പോണത്. നമുക്ക് ഇപ്പൊ ഞാൻ പറയാം, മാസത്തിൽ എന്തായാലും എല്ലാ മാസം അവിടെ പോകും. അത് നിങ്ങൾ പറഞ്ഞാലും എന്ത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പോകും. പിന്നെ ആ കാര്യം പറയാം, അനാമികക്ക് ഇനി സമാധാനമാണെങ്കിൽ ഞങ്ങള് കൂടോത്രക്കാരാണ്. ഞങ്ങൾ വീട്ടിലിരുന്ന് രാവിലെ വൈകിട്ടൊക്കെ പൂജ ചെയ്യുന്നുണ്ട്. ഞാൻ അനാമികയ്ക്കും വേണ്ടി ചെയ്യാട്ടാ. അല്ല എന്തായാലും ചെയ്യണം. നമ്മുടെ കുട്ടീനെ പറഞ്ഞല്ലോ, അപ്പൊ അനാമികയ്ക്കും വേണ്ടി ഇനി കൂടോത്രം ചെയ്യാട്ടാ. അനാമിയുടെ തല പൊട്ടി. അടുത്ത വട്ടം പോകുമ്പോ എന്തായാലും അനാമിക്കെതിരെ അനാമിക്കെതിരെ കാര്യം ചെയ്യാം. അവിടെ ഒരു എന്തൊരു പൂജ നാളും നക്ഷത്രം ഒക്കെ ഇട്ടോ. അപ്പൊ പൂജ ചെയ്യാൻ സമാധാനം. എന്റെ കൂട്ടുകാരനുണ്ട്, ഇതിന്റെ ഒരു മെയിൻ ആളാണ്. അപ്പൊ അവനെ വിളിച്ചിട്ട് ചോദിക്കാം, എല്ലാ നല്ല നരബലിയൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ എന്തൊക്കെ ഉണ്ട്, കോഴിയുടെ തല വെട്ടിയിട്ട് ഇടല, കത്തിക്കല, ചോര ഇടല, എനിക്കറിയില്ല. ഒന്നാമത് ഞങ്ങൾ അതിനൊന്നും ചെയ്യാൻ പോകാറില്ല. പിന്നെ ഞാൻ ഇത്രയും ദേഷ്യപ്പെടാറില്ല സാധാരണ കമന്റുകൾക്ക്. എനിക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണം ഞാനും എൻ്റെ ഏട്ടനും അത്രയും ആഗ്രഹിച്ച് ഞങ്ങൾ പല സ്വപ്നങ്ങളും കണ്ട് ഞങ്ങൾക്ക് ഉണ്ടാവണ ഉണ്ണി. അപ്പം ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ആ ഉണ്ണിയുടെ ഒരു ഫേസ് കാണാനും ഉണ്ണിയുടെ ഓരോ കാര്യങ്ങൾ കാണാനും ഞങ്ങൾ അത്രയും വെയിറ്റിംഗ് ആണ്. അപ്പം നമ്മുടെ മക്കളെ പറയുമ്പോൾ നമുക്ക് ഫുള്ളാണ്ടിരിക്കില്ല അല്ലേ. സ്നേഹമുള്ളവർ അങ്ങനെയാണ്. അപ്പം അനാമികയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും ചെയ്തു പോവും, ചിലപ്പോൾ കൊന്നിട്ടിട്ട് പോകുമെന്ന് പറയില്ല, അതേപോലെ ആയിരിക്കും ഈ സ്വഭാവമൊക്കെ ആണെങ്കിൽ. കുട്ടി ഉണ്ടായാലും അതെ, ചിലപ്പോൾ അനാമികയുടെ സ്വഭാവത്തിന് അനാമികയ്ക്ക് ചിലപ്പോൾ കുട്ടി കരഞ്ഞാൽ തന്നെ വല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് അതിലെന്തെങ്കിലും ചെയ്യും. ഞങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ കുട്ടികൾ കണ്ട് തന്നെയാണ് ഞങ്ങൾ വളർന്നത്. അപ്പം ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു കുട്ടികളും ബുദ്ധിമുട്ടായിട്ട് ബാധ്യതയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞാൻ കൊടുക്കും പണി.
പണി വരുന്നു. അപ്പൊ നീ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങള് കൂടോത്രക്കാരല്ലേ. അങ്ങനെ തരണ്ട. നിങ്ങൾ ആരെയാണ് പറയണത്? ഞാൻ ഒന്നാമത് പറയണ്ട. അവിടെ പോയിട്ടൊന്നും ഇങ്ങനെ പറയല്ലേട്ടാ. നിനക്ക് കിട്ടണ വള്ളി എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രല്ല, ഈ ഒരു കമന്റ് ആണെങ്കിൽ പോലും ഒരു കുട്ടീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയിരിക്കും എന്തെങ്കിലും. നമ്മളായി തരേണ്ട, ദൈവം തന്നെ തന്നോളി. ജനിക്കാത്ത, നിങ്ങളോട് ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു കുട്ടീനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം തന്നെ കൊടുക്കും. നമ്മൾ ആരും കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല, അവരെന്നെ പറയണ്ട് ഇതൊരു എന്തോ പറയണ്ട്, അവിടെ പോയിട്ട് അതും കുട്ടിച്ചാത്തനെ. നിങ്ങൾ ആരെയാണ് പറയണത്? അവിടെ ഉള്ള ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർ, തൃപ്രയാറ് ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിലും അവരോടൊക്കെ ചെന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രതിഫലം കിട്ടാന്ന്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ജീവനോടുണ്ടോന്നും അറിയില്ല. അതിന് കിട്ടിയാലും വലിയ ഏക്കാത്തൊരു മുതലാന്ന് തോന്നുന്നു. അത്രയ്ക്കും വലിയൊരു മുതലാണ് ആള്. ഒരു കുട്ടീനെ കുറിച്ച് ഇങ്ങനെ ഇടണമെങ്കിൽ അത്രയും ദുഷിച്ച മനസ്സായിരിക്കും. ഞങ്ങളൊക്കെ ദൈവത്തെ കണ്ടാലുണ്ടെങ്കിൽ കൈ കൂപ്പി തൊഴുത് തല കുനിച്ചിങ്ങനെ നിൽക്കുള്ളൂ. അല്ലാണ്ട് ദൈവത്തിന് കുറ്റം പറയാൻ പോരില്ല കേട്ടാ. സത്യം. ഞങ്ങളൊക്കെ പഠിച്ചിരിക്കണത് അങ്ങനെയാണ്. പക്ഷെ അനാമികനെ പഠിപ്പിച്ചതിന്റെ പ്രശ്നമായിരിക്കും. അനാമികയുടെ ഫാമിലി ഫുൾ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ അതിന്റെ പ്രശ്നമായിരിക്കും കേട്ടാ. ഞങ്ങൾ എന്തായാലും നല്ല ഫാമിലിയിലായതുകൊണ്ട് ഞങ്ങൾ നന്നായി ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ അനാമികയ്ക്ക് വിഷുമാരുടെ എല്ലാം കിടക്കട്ടെ. അപ്പൊ ഇത്രയുള്ളോട്ടെ. പിന്നെ ഞങ്ങള് അതല്ല, ഞങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഭർത്താവും ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ. തെറി വിളിക്കാനോ ഇതാക്കാനോ പഠിച്ചില്ല. പിന്നെ ഞങ്ങൾ കുട്ടീനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും രൂക്ഷമായത് തന്നെ. പിന്നെ ഇതും ആയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ കുട്ടിയുടെ അച്ഛനമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? അപ്പം ഞങ്ങളിപ്പോഴും ഞങ്ങൾ അച്ഛനമ്മ തന്നെയാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ വയറ്റിലെടുക്കുന്നത് ഞങ്ങളുടെ ഉണ്ണിയാണ്. അപ്പം ഞങ്ങൾ അച്ഛനമ്മ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ണിയോട് ചെയ്യുന്നത് തെറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ല. എനിക്ക് ഏട്ടനെ ഉറക്കം കിട്ടില്ല ഞങ്ങൾ കുട്ടീനെ എന്തെങ്കിലും പറഞ്ഞാൽ. എന്താ വെച്ചാൽ ഞാനൊരു ദിവസം രാവിലെ എനിച്ചിട്ടേ കമൻറ്റ് വായിച്ചിട്ട് എനിക്ക് അന്നത്തെ ദിവസം വന്ന ഭ്രാന്തില്ലേ. സത്യം പറഞ്ഞാൽ അനാമിനെ കിട്ടിയ ചിലപ്പോൾ നമ്മൾ എന്തും ചെയ്തു പോകും. അങ്ങനത്തെ ഒരു ഭ്രാന്ത് വരും. എന്താ വെച്ചാൽ അത് അനാമികയ്ക്ക് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം ബന്ധങ്ങളൊന്നും അനാമികയ്ക്ക് അറിയില്ല. അതാണ് പ്രശ്നം. ഇനി ഫേക്ക് ഐഡിയ ആണോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതൊന്നും നമ്മൾ പറയാം. അനാമികയാണോ ഇനി വേറെ വല്ല പേരാണോ എന്തായാലും ഒന്നും അറിയില്ല. പിന്നെ അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റ ഉണ്ടല്ലോ, നന്ദന അനിൽകുമാർ എന്ന് പറഞ്ഞ എൻ്റെ ഇൻസ്റ്റയും ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റ ഉണ്ട്. മെസ്സേജ് അയക്കും. ഞങ്ങൾ കുട്ടിച്ചാത്തൻ രാവിലെ പോകണം, എന്താ ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞുതരാം. വേറൊരു കമന്റ് ഉണ്ട്, ഇതല്ല ശരിക്കുള്ള കമന്റ്. വേറൊരു കമന്റ് ഉണ്ട്, ഉണ്ടായി. അത് ഡിലീറ്റ് ചെയ്തിരിക്കണു. ഞാൻ 2 സ്ക്രീൻഷോട്ട് മേടിച്ചു. 3-4 കമന്റ് ഇട്ടുണ്ട്. റിപ്ലൈ കൊടുക്കാത്തൊരു കമന്റ് ഉണ്ട്. പിന്നെ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഉണ്ണിയെ സ്നേഹിക്കണ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സമാധാനമായിട്ട്. അനാമിക അത് സഹിക്കാൻ പറ്റാണ്ട് അനാമിക ഡിലീറ്റ് ചെയ്ത് പോയതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ. ഇനി അധികം പറയണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് മൂടൊക്കെ പോയി. പക്ഷേ ഇങ്ങനത്തെ ഓരോ തലവേദനകൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സമാധാനം ജീവിതത്തിൽ പോകും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. Bye.